ഹലോ ഐസേ ലവ്സ്, ഇന്ന് മില്ലറ്റ് ദോശ റെഡ് ചട്നി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ നല്ല ഓർഗാനിക് ലിറ്റിൽ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ്. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് അത് 2 കപ്പ് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരി ചേർക്കണം. പിന്നെ 1/4 കപ്പ് ഉഴുന്നും ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉലുവ, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കഴുകി കുതിർത്ത് വെക്കുക ഒരു 3-4 മണിക്കൂർ. 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ നോർമലി ഇഡ്ഡലിക്കും ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ മാവ് അരച്ച് പാത്രത്തിലേക്ക് പകർത്തി ഒരു 7-8 മണിക്കൂർ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ഇത് നല്ല രീതിയിൽ ഫെർമെൻ്റ് ആവാൻ. പിന്നെ റെഡ് ചട്നി തയ്യാറാക്കുന്നത് ഒരു കൈപ്പിടി കുഞ്ഞുള്ളി, പിന്നെ വെളുത്തുള്ളി 1/2 കൈപ്പിടി, പിന്നെ ഒരു 7-8 കാശ്മീരി റെഡ് ചില്ലി, ഡ്രൈ റെഡ് ചില്ലി എടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക കുറച്ച് എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ. എന്നിട്ടിത് മിക്സർ ജാറിലെടുത്ത് സ്വല്പം വാളൻപുളി എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. ഇനി ഇത് താളിക്കാൻ നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ, നമ്മുടെ റെഡ് ചട്നി തയ്യാറായി. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ദോശമാവ് ഇവിടെ ഫെർമെൻ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ദോശ തയ്യാറാക്കാം. മില്ലറ്റ് അല്ലേ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ നോർമൽ ക്രിസ്പി ആയിട്ട് നമ്മൾ കഴിക്കുന്ന ദോശയുടെ തന്നെ അതിനേക്കാൾ ഉപരി രുചിയായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം ദോശയുടെ തവ ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ ദോശമാവ് പരത്തി, ഞാൻ എപ്പോഴും നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യാറ് കേട്ടോ, നെയ്യ് പോലും യൂസ് ചെയ്യാറില്ല. നല്ലെണ്ണയ്ക്ക് എന്തോ ഒരു പ്രത്യേക സ്വാദാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പം. അപ്പം ഇത് ദോശ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഒപ്പം റെഡ് ചട്നി ഏത് ചട്നിയേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ന് കരുതി സാമ്പാറും തേങ്ങ ചട്നി ടേസ്റ്റ് ഇല്ലെന്നല്ല, ഇതിൻ്റെ കൂടെ എന്താണേലും ടേസ്റ്റാണ്. പക്ഷേ റെഡ് ചട്നി ഒരു പിടി സ്വാദ് കൂടുതലാണ്, അതിൻ്റെ ആ ഒരു ചെറിയ സ്പൈസ് ലെവലൊക്കെ വരുമ്പം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മില്ലറ്റ് ദോശ തയ്യാറാക്കി വെക്കുക. മില്ലറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല റെസിപ്പികളായിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ബൈ.